എന്നോട് അധികം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഇനി ഫേസ്ബുക്കിലായിക്കോട്ടെ അധികം വരുന്ന മെസ്സേജാണ്. പലരും ചോദിക്കുന്നതാണ്, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി പറയോ, ഫോൺടെക് എന്നുള്ള ബ്രാൻഡിൻ്റെ വളർച്ച എങ്ങനെയാണ്, നിങ്ങളതെങ്ങനെയാണ് ചെയ്തത്, നിങ്ങളുടെ സക്സസ് സ്റ്റോറി പറയാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ തീർച്ചയായും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി ഈ അടുത്ത് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങും. അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് ഞാൻ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ +2 കഴിഞ്ഞിട്ടാണ് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ +2 കഴിഞ്ഞാൽ ഒരു ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ താല്പര്യം, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നിങ്ങൾ കോഴ്സ് ചെയ്തോ, അതിൽ വിഷയമൊന്നുമില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ആശങ്കയിൽ നിൽക്കുന്നുണ്ടോ, ഡിഗ്രിക്ക് പോകണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി ചെയ്യണോ എന്നുള്ള ചിന്തിക്കുന്നുണ്ടോ? ഞാൻ സീരിയസ്ലി പറയും, +2 കഴിഞ്ഞിട്ട് ഒരു തൊഴിൽ സംബന്ധിതമായിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുന്ന ഏറ്റവും ഗുണം. അല്ലാതെ നിങ്ങൾ 3 കൊല്ലം ഡിഗ്രിക്ക് വേണ്ടി ടൈം കളയുന്നത് അട്ടർ വേസ്റ്റാന്ന് തന്നെ പറയും. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതിന് നേരെ തിരിച്ചു പറയുന്നവരുണ്ടോ? ഇനി നിങ്ങൾ ഈ തൊഴിൽപരമായിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഡിഗ്രി ചെയ്തോ, അത് ഡിസ്റ്റൻസ് ആയിട്ടോ പല രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ +2 കഴിഞ്ഞാൽ നിങ്ങളൊരു തൊഴിൽ പഠിക്കുക. അതിപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഞങ്ങൾ മൊബൈൽ ഫോൺ റിപ്പയറിങ് ഇപ്പോൾ ഫോൺടെക് എഡ്യൂക്കേഷൻ കണ്ണൂരും കോട്ടയിലും ഉണ്ട്. ഇവിടെ എല്ലാം വന്ന് പഠിച്ചോ എന്നല്ല പറയുന്നത്, നിനക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, നിനക്ക് ചെയ്താൽ സക്സസ് ആവുമെന്ന് തോന്നുന്ന പല തൊഴിലുകളും ഇവിടെ ഉണ്ട്. അത് നീ തിരഞ്ഞെടുത്ത് അതിന് വേണ്ടി എഫേർട്ട് ഇട്ട് അത് നിൻ്റെ ഒരു പാഷനായിട്ട് മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫോൺടെക്കിൻ്റെ ബ്രാൻഡ് സ്റ്റോറി ഒന്നും നിങ്ങൾ ഈ കേട്ടിരിക്കേണ്ടതില്ല. സ്വന്തമായിട്ടൊരു ബ്രാൻഡ് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒന്നെങ്കിൽ റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്നതിന് വേണ്ടി പണിയെടുക്കുക. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാം, കോട്ടയത്ത് ജൂൺ ബാച്ച് റെഗുലർ ബാച്ച് ഫില്ലാണ്. ഇനി റെഗുലർ ബാച്ച് കോട്ടയത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂലൈയിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഓൾ ദി ബെസ്റ്റ്.